Dear students, welcome to Board Booster series. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് സെറ്റുകളെ പറ്റിയാണ്. അതിൽ എം ടി സെറ്റ് എന്താണ്, ഈക്വൽ സെറ്റ് എന്താണ്, സബ്സെറ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കുറച്ച് കണ്ടൻസുകളൊക്കെയാണ് നമ്മളതിൽ പറയുന്നുണ്ടായിരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മൂവ് ചെയ്യാലോ. യെസ് എന്താണ് എം ടി സെറ്റ്? ഡെഫിനേഷൻ നമുക്ക് നോക്കി നോക്കാം. എ സെറ്റ് വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ എനി എലമെന്റ്, ദ സെറ്റ് വിച്ച് ഡസൻറ്റ് കണ്ടെയ്ൻ എനി എലമെന്റ് ഈസ് കോൾഡ് എം ടി സെറ്റ്. അപ്പൊ എം ടി സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റില് യാതൊരു എലമെന്റ്സുകളും ഇല്ല എങ്കിൽ, എം ടി ശൂന്യമാണെങ്കിൽ നമുക്ക് ആ സെറ്റിന് നമുക്ക് എന്ത് വിളിക്കാം? എം ടി സെറ്റ് എന്ന് വിളിക്കാം. എം ടി സെറ്റിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് വിളിക്കും. ക്ലിയർ? എം ടി സെറ്റിന് വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. ഇനി എം ടി സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എം ടി സെറ്റുകളിൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഫൈ എന്ന് പറയുന്ന സിമ്പിൾ അല്ലെങ്കിൽ ജസ്റ്റ് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇതും എന്തുതന്നെയാണ്? എം ടി സെറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. സോ ദ സെറ്റ് വിച്ച് ഡസൻറ്റ് കണ്ടെയ്ൻ എനി എലമെന്റ് ഈസ് കോൾഡ് എം ടി സെറ്റ്, ഡിനോട്ടഡ് ബൈ ദിസ് ലെറ്റർ ബൈ ദ സിമ്പിൾ ഫൈ ഓർ ജസ്റ്റ് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ കുറച്ച് എക്സാമ്പിൾസുകൾ നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ നോക്കൂ. എ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എക്സ് സച്ച് ദാറ്റ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് 1 less than x less than 2. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1നും 2നും ഇടയിലാണ്. ശരിയല്ലേ? 1 less than x less than 2 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അല്ലേ? യെസ്. ഇനി എക്സ് എന്താണ്? നാച്ചുറൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സുകൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3, 3 കഴിഞ്ഞാൽ 4. ബിറ്റ്വീൻ 1 and 2 ഏതെങ്കിലും നാച്ചുറൽ നമ്പേഴ്സുകൾ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്ത് സെറ്റ് എ എന്ന് പറയുന്ന കണ്ടീഷൻ പ്രകാരം 1 less than x less than 2 എക്സ് നാച്ചുറൽ നമ്പർ ആവണം എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? അല്ല. സോ സെറ്റ് എയിൽ യാതൊരു എലമെന്റ്സുകളും ഇല്ല. അതിന്റെ അർത്ഥം സെറ്റ് എ എന്ന് പറയുന്നത് എന്താണ്? ഒരു എം ടി സെറ്റ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത സെക്കൻഡ് ആയിട്ടുള്ള സെറ്റ് കൊടുത്തിരിക്കുന്നത് ബി എന്ന് പറയുന്ന സെറ്റ് കൊടുത്തിരിക്കുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. ഓക്കെ, എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. എക്സ് എന്ന് പറയുന്നത് റേഷണൽ നമ്പർ ആകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 2 0 സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നുണ്ടായിരിക്കുക? എക്സ് സ്ക്വയർ ഈക്വൽസ് ടു 2 എന്ന് കിട്ടും അല്ലേ? എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുന്നുണ്ടായിരിക്കുക? √2 അല്ലേ കിട്ടുന്നുണ്ടായിരിക്കുക? ഈ √2 എന്ന് പറയുന്ന ആൾ എന്താണ്? ഇറേഷണൽ ആണ്. റേഷണൽ നമ്പർ ആണോ? അല്ല. സോ ദർ ഈസ് നോ റേഷണൽ നമ്പർ സാറ്റിസ്ഫൈങ് ദ ഗിവൺ കണ്ടീഷൻ. അടുത്തത് സി എന്ന് പറയുന്ന സെറ്റ്. അപ്പൊ ബി എന്ന് പറയുന്ന സെറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? എം ടി സെറ്റിന് എക്സാമ്പിൾ ആണ് അല്ലേ? സോ ബി ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ എം ടി സെറ്റ്. ബി ഈക്വൽസ് ടു 5. സി എന്ന് പറയുന്ന സെറ്റ് എന്താ? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എൻ ഈവൺ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. നമുക്കറിയാം പ്രൈം നമ്പേഴ്സുകളിൽ ദർ ഈസ് ഓൺലി 1 ഈവൺ പ്രൈം നമ്പർ. അത് ഏതു മാത്രമാണ്? 2 മാത്രമാണ്. അപ്പൊ 2നേക്കാൾ മുകളിലായിട്ടുള്ള ഈവൺ പ്രൈം നമ്പർ ഉണ്ടോ? ഇല്ല. അതിനർത്ഥം സി എന്ന് പറയുന്ന സെറ്റില് ദർ ഈസ് നോ എലമെന്റ്സ്. സോ സി ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഫോർ എം ടി സെറ്റ്. ക്ലിയർ? യെസ്. ഇനി ഡി എന്ന് പറയുന്ന സെറ്റ് എന്താ പറയുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 എക്സ് ഈസ് ഓഡ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 2. 2ന്റെ സ്ക്വയർ 4 ആണ്, മൈനസ് 2ന്റെ സ്ക്വയർ 4 ആണ്. ശരിയല്ലേ പറയണത്? ആ എക്സ് എന്ന് പറയുന്നത് എന്താകണം എന്നാ പറഞ്ഞിരിക്കുന്നത്? ഓഡ് നമ്പർ ആവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദർ ഈസ് നോ ഓഡ് നമ്പർ സാറ്റിസ്ഫൈങ് ദ ഗിവൺ കണ്ടീഷൻ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഡി എന്ന് പറയുന്ന സെറ്റും എന്തിന് എക്സാമ്പിൾ ആണ്? എം ടി സെറ്റിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? Yes, the set which doesn't contain any element is called empty set. Is also called null set or void set, and it is not by the letter, by the simple phi or just curly bracket open ചെയ്ത് ക്ലോസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ യെസ്, അടുത്ത ടോപ്പിക് ആണ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്.
എന്താണ്? ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. ആ ടോപ്പിക്കിന്റെ ഹെഡിങ് തന്നെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും അതിന്റെ ഡെഫിനിഷനും എന്താണെന്നുള്ളത് കേട്ടോ. അപ്പൊ എന്താണ് ഫൈനൈറ്റ് സെറ്റ് നമുക്ക് നോക്കി നോക്കാം. എ സെറ്റ് വിച്ച് ഈസ് എംപ്റ്റി, തന്നിരിക്കുന്ന സെറ്റ് എംപ്റ്റി സെറ്റ് ആയിക്കോട്ടെ, ഓർ the set consists of a definite number of elements. ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് എലമെന്റ്സ് അതിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? തന്നിരിക്കുന്ന സെറ്റിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം. സോ ദ സെറ്റ് ഈസ് എംപ്റ്റി ഓർ ഇറ്റ് കണ്ടെയ്നിങ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ്. ആ സെറ്റ് നമ്മൾ വിളിക്കുന്ന പേരെന്തായിരിക്കും? ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. അതർവൈസ് ദ സെറ്റ് ഈസ് കംസ് ടു ദ കാറ്റഗറി ഓഫ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് കേട്ടോ, എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുകളാണ് 1 2 3 4. ക്ലിയർ. ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 എക്സെട്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലെ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സുകൾ ഉണ്ട്. 4 എലമെന്റ്സുകളാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പൊ എ എന്ന് പറയുന്നത് ഏതിന് എക്സാമ്പിൾ ആണ്? ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ബി എന്ന് പറയുന്ന സെറ്റിലെ എത്ര എലമെന്റ്സുകളാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് കൗണ്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഇല്ല. അതെന്താണ്? ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരം സെറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ? യെസ്. എംപ്റ്റി സെറ്റോ സെറ്റിൽ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സോ ഉണ്ടെങ്കിൽ, ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സോ ഉണ്ടെങ്കിൽ ആ സെറ്റ് എന്താണ്? ഫൈനൈറ്റ്. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. ക്ലിയർ? ഇനി ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റ്സുകളുടെ എണ്ണം 4 അല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. n എഴുതി ബ്രാക്കറ്റ്സിനുള്ളിൽ എ എന്ന് എഴുതാം. വായിക്കുന്നത് n ഓഫ് എ മീൻസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ എത്രയാണ്? 4 ആണ്. ഇനി ബി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അതിൽ എലമെന്റുകളാണ് -1 0 1. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയാം ബി ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. 3 എലമെന്റ്സുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് പറയാം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് ബി n ഓഫ് ബി എത്രയാണെന്ന് പറയാം? 3 ആണെന്ന് പറയാം. അപ്പോൾ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ദ ഗിവൺ സെറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്. ഇനി 1 more എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. W എന്ന് പറയുന്ന സെറ്റ് ഓഫ് ദ ഡേയ്സ് ഓഫ് ദ വീക്ക്, ഒരു വീക്കിലുള്ള ഡേയ്സുകൾ അല്ലെ. ഏതൊക്കെയാണ് ഒരു വീക്കിലുള്ള ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞൂടെ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, 7 ഡേയ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അതെന്താണ്? 7 ഡേയ്സ് ആണെന്ന് പറയാം. സോ അതെന്താണ്? ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇനി അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ എന്താ? എസ് ബി ദ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ x² - 16 = 0. x² - 16 = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x² = 16 അല്ലേ. അപ്പൊ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4 -4 വരാം. ശരിയാണോ? എക്സിന്റെ വാല്യൂ എന്ത് വരാം? 4 വരാം, -4 വരാം. അപ്പൊ വളരെ വ്യക്തമായിട്ട് 2 സൊല്യൂഷൻസ് ഉണ്ടെന്ന് പറയാം അല്ലെ. അപ്പൊ ആ സെറ്റ് എസ് എന്ന് പറയുന്ന സെറ്റ് എന്തിന് എക്സാമ്പിൾ ആണ്? ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. അതേപോലെ അടുത്തതാണ് ജി എന്ന് പറയുന്ന സെറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ എ ലൈൻ. ഒരു ലൈനിലുള്ള പോയിന്റ്സുകൾ അത് എക്സ്റ്റെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനായിരിക്കും? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സുകളായിരിക്കും അല്ലെ. അപ്പൊ ആ ജി എന്ന് പറയുന്ന സെറ്റിന് എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. അതാണ് ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റേറ്റ് വിച്ച് ഓഫ് ദി ഫോളോവിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫൈനൈറ്റ്. താഴെ തന്നിരിക്കുന്നത് ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. യെസ്. First question, x such that x belongs to natural number x -1 into x -2 0 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ x -1 0 വരികയാണെങ്കിൽ x is equals to 1 അല്ലേ. x -2 0 വരികയാണെങ്കിൽ x is equals to 2 അല്ലേ വരുന്നുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ 1, 2 അല്ലേ അതിന്റെ സൊല്യൂഷൻ സെറ്റ് വരുന്നുണ്ടായിരിക്കുക അല്ലെ. 2 എലമെന്റ്സ് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും 2 സൊല്യൂഷൻസ് ആണ് അതിലുള്ളതെന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ സെറ്റ് എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഫൈനൈറ്റ് ആണ്. ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ. എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4ഉം ആയിരിക്കണം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. ശരിയാണോ? 2ന്റെ സ്ക്വയർ 4 അല്ലേ വരുന്നുണ്ടായിരിക്കുക. 2 ഒരു നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പൊ എന്താണ്? ആ സെറ്റിനുള്ളൊരു എലമെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ ആ എലമെന്റ് ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഈ സെറ്റ് എന്താണ്? എന്തിന് എക്സാമ്പിൾ ആണ്? ഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആൻഡ് 2x - 1 0. 2x - 1 0 എന്ന് പറയുന്ന ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് 2x = 1 എന്നും x = 1/2 എന്നാ. ഈ 1/2 എന്ന് പറയുന്നത് എന്തല്ല? ഒരു നാച്ചുറൽ നമ്പർ അല്ല. സോ ദർ ഈസ് നോ നാച്ചുറൽ നമ്പർ സാറ്റിസ്ഫൈങ് ദ ഗിവൺ കണ്ടീഷൻ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് ഒരു എംപ്റ്റി സെറ്റ് ആണ്. ക്ലിയർ അല്ലേ? ഒരു എലമെന്റ് പോലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ, ആ സെറ്റിൽ ഒരു എലമെന്റും ഇല്ലെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേര് എംപ്റ്റി സെറ്റ് എന്നല്ലേ. എംപ്റ്റി സെറ്റ് ആണെങ്കിലും ആ സെറ്റ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്? ഫൈനൈറ്റ് സെറ്റിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ ഓൾറെഡി ഫൈനൈറ്റ് സെറ്റിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നു. ദ സെറ്റ് വിച്ച് ഈസ് എംപ്റ്റി ഓർ കൺസിസ്റ്റ് ഓഫ് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഈസ് കോൾഡ് ഫൈനൈറ്റ് സെറ്റ്. ക്ലിയർ? യെസ്. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആയിരിക്കണം, എക്സ് ഈസ് പ്രൈം നമ്പർ ആയിരിക്കണം. അപ്പൊ ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് പ്രൈം നാച്ചുറൽ നമ്പേഴ്സുകൾ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ഇൻഫിനൈറ്റ് സെറ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ അഞ്ചാമത്തെ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ എക്സ് ഈസ് ഓഡ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സുകളും ഇൻഫിനൈറ്റ് ആയിട്ടുണ്ട് അല്ലെ. 1 3 5 7 9 11 13 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. സോ ഈ പറഞ്ഞിരിക്കുന്നതും എന്തിന് എക്സാമ്പിൾ ആണ്? ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ ആയിരിക്കും. ക്ലിയർ ആയല്ലോ കോൺസെപ്റ്റ്? ഇതാണ് ഫൈനൈറ്റും ഇൻഫൈനൈറ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളും. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ടോപ്പിക്കാണ് ഈക്വൽ സെറ്റ്. എന്താണ്? ഈക്വൽ സെറ്റ്. യെസ്. എപ്പോഴാണ് രണ്ട് സെറ്റുകളെ നമ്മൾ ഈക്വൽ സെറ്റുകൾ എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക? 2 സെറ്റ് എ ആൻഡ് ബി. എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ആർ സെറ്റ് ടു ബി ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? they have exactly the same elements. രണ്ട് സെറ്റിലും വരുന്നത് എക്സാക്ട്ലി സെയിം എലമെന്റ്സുകൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ആ സെറ്റുകൾ നമ്മൾ എന്ത് വിളിക്കുള്ളൂ? ഈക്വൽ സെറ്റുകൾ എന്ന് വിളിക്കുള്ളൂ. അതർവൈസ് ദ സെറ്റ്സ് ആർ സെറ്റ് ടു ബി അൺഈക്വൽ എന്ന് നമ്മൾ അതിനെ പറയുന്നുണ്ടായിരിക്കും. രണ്ട് സെറ്റുകൾ ഇപ്പോൾ തന്നിരിക്കുന്ന സെറ്റ് എയും ബിയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതുന്നുണ്ടായിരിക്കും? എ ഈക്വൽസ് ടു ബി എന്ന് എഴുതും. മനസ്സിലായോ? എയും ബിയും ഈക്വൽ അല്ലെങ്കിലോ എ നോട്ട് ഈക്വൽസ് ടു ബി എന്നായിരിക്കും നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റില് 1 2 3, ബി എന്ന് പറയുന്ന സെറ്റില് 2 3 1. നോക്കൂ, എ എന്ന് പറയുന്ന സെറ്റിലുള്ള സെയിം എലമെന്റുകളല്ലേ ബി എന്ന് പറയുന്ന സെറ്റിലും വന്നിരിക്കുന്നത് അല്ലെ. നമ്പർ ഓഫ് എലമെന്റ്സ് മാത്രമല്ല, എക്സാക്ട്ലി സെയിം എലമെന്റ് കൂടി ആയിരിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈക്വൽസ് ടു ബി എന്ന് നമുക്ക് വിളിക്കാം. ഇനി സി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റുകളാണ് 1ഉം 2ഉം എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എയും സിയും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? ബിയും സിയും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. 3 എന്താണ്? മിസ്സിംഗ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ നോട്ട് ഈക്വൽ ടു സി. അതേപോലെ നമുക്ക് പറയാൻ പറ്റും ബി നോട്ട് ഈക്വൽ ടു സി. എക്സാക്ട്ലി സെയിം എലമെന്റ്സുകൾ വരുമ്പോഴാണ് രണ്ട് സെറ്റുകൾ ഈക്വൽ ആയിരിക്കുകയുള്ളൂ. അതിനൊരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. എ 1 2 3 4, ബി 3 1 4 2 അല്ലെ. എയും എന്താണ്? ബിയും ഈക്വൽ ആണ്, എക്സാക്ട്ലി സെയിം എലമെന്റ്സുകളാണ് വന്നിരിക്കുന്നത്. അതേപോലെ എ ബി ദ സെറ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 6. 6ന് താഴെയുള്ള പ്രൈം നമ്പേഴ്സുകൾ ഏതൊക്കെയായിരിക്കും? 2ഉം 3ഉം 5ഉം ആണ് അല്ലെ. അതാണ് എ എന്ന് പറയുന്ന സെറ്റ്. പി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ് ഓഫ് 30. 30യുടെ പ്രൈം ഫാക്ടേഴ്സ് അതും 2ഉം 3ഉം 5ഉം തന്നെയല്ലേ അല്ലെ. അപ്പൊ എയും പിയും എന്താണ്? ഈക്വൽ ആയിട്ടുള്ള സെറ്റുകളാണ്. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈക്വൽ സെറ്റുകളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ആർ ദി ഫോളോവിങ് പെയർസ് ഓഫ് സെറ്റ്സ് ആർ ഈക്വൽ. താഴെ തന്നിരിക്കുന്ന സെറ്റുകൾ ഈക്വൽ ആണോ ഈക്വൽ അല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ. A equals to 2, 3.
ബി എന്ന് പറയുന്നത് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം അല്ലെ. എക്സ് സ്ക്വയർ പ്ലസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഫാക്ടേഴ്സുകളായിട്ട് എഴുതുമ്പോൾ നമുക്ക് ഇതിനെ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് എഴുതാലോ അല്ലെ. ഈക്വൽസ് ടു 0 എന്ന് എഴുതാം. ശരിയല്ലേ? യെസ്. അപ്പൊ എക്സ് പ്ലസ് 3 0 ആകുമ്പോൾ എക്സ് മൈനസ് 3യും എക്സ് പ്ലസ് 2 0 ആകുമ്പോൾ എക്സ് മൈനസ് 2ഉം അല്ലേ കിട്ടുന്നുണ്ടായിരിക്കുക അല്ലെ. എ എന്ന് പറയുന്ന സെറ്റിൽ 2ഉം 3ഉം ആണ്. ബി എന്ന് പറയുന്ന സെറ്റിൽ 2ഉം മൈനസ് 3ഉം ആണ് കിട്ടിയിരിക്കുന്നത് അല്ല. മൈനസ് 2ഉം മൈനസ് 3ഉം ആണ് കിട്ടിയിരിക്കുന്നത്. എക്സാക്ട്ലി സെയിം എലമെന്റ്സ് ആണോ വന്നിരിക്കുന്നത്? അല്ല. അപ്പൊ എയും ബിയും എന്തല്ല? ഈക്വൽ അല്ല. യെസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ദ ലെറ്റർ ഇൻ ദ വേർഡ് ഫോളോ. ഫോളോ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സുകൾ അത് എ എന്ന് പറയുന്ന സെറ്റ് ആണ് അല്ലേ. യെസ്. അപ്പൊ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഒരു തവണ എഴുതിയാൽ മതിയല്ലോ. സോ എഫ് കോമ ഒ കോമ എൽ കോമ ഡബ്ല്യു. ക്ലിയർ? ഇനി ബി എന്ന് പറയുന്ന സെറ്റിലെ ലെറ്റേഴ്സുകൾ. ബി എന്ന് പറയുന്ന സെറ്റിലെ വേർഡ് എന്താ? വോൾഫ്. സോ ഡബ്ല്യു റിപ്പീറ്റേഷൻ ഒന്നുമില്ല. അപ്പൊ എല്ലാ എലമെന്റ്സുകളും കോമ ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം അല്ലേ. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലും ബി എന്ന് പറയുന്ന സെറ്റിലും വന്നിരിക്കുന്ന എലമെന്റ്സുകൾ സെയിം അല്ലേ? എക്സാക്ട്ലി സെയിം എലമെന്റ്സുകൾ അല്ലേ? എഫ് ഉണ്ട്, ഒ ഉണ്ട്, എൽ ഉണ്ട്, ഡബ്ല്യു ഉണ്ട് അല്ലെ. സെയിം ആയിട്ടുള്ള ലെറ്റേഴ്സുകളാണ് വന്നിരിക്കുന്നത്. സോ എയും ബിയും എന്താണ് ഇവിടെ? ഈക്വൽ ആയിട്ടുള്ള സെറ്റുകളാണ്. ക്ലിയർ? ഈക്വൽ സെറ്റുകൾ എന്ന് പറയുമ്പോൾ രണ്ട് സെറ്റുകൾ ഈക്വൽ ആണെന്ന് പറയുമ്പോൾ എക്സാക്ട്ലി സെയിം എലമെന്റ്സുകളാണ് രണ്ട് സെറ്റിലും വരേണ്ടത്. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റുകൾ? യെസ്. അടുത്ത നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സബ്സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സബ്സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളൂ. സെറ്റ് എ എന്ന് പറയുന്നത് ഈ സെറ്റ് ടു ബി ദ സബ്സെറ്റ് ഓഫ് സെറ്റ് ടു ബി. സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് ടു ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇഫ് എവറി എലമെന്റ് ഓഫ് സെറ്റ് എ ഈസ് ഓൾസോ എൻ എലമെന്റ് ഓഫ് സെറ്റ് ടു ബി. സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റുകളും എവിടെ ഉണ്ടായിരിക്കണം? സെറ്റ് ടു ബിയിൽ ഉണ്ടായിരിക്കണം. നമ്മളൊരു എക്സാമ്പിൾ ത്രൂ നമുക്ക് ഡെഫിനേഷൻസിലോട്ട് മൂവ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളൂ. എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റുകളാണ് 1ഉം 2ഉം 3. ബി എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റുകളാണ് 1, 2, 3, 4, 5. വളരെ വ്യക്തമായി നമുക്ക് പറയാൻ പറ്റും എ എന്ന് പറയുന്ന സെറ്റുള്ള എല്ലാ എലമെന്റുകളും ബിയിലുണ്ട്. ദെൻ ബിയിലെ എക്സ്ട്രാ എലമെന്റ്സുകളും ആയിക്കോട്ടെ, അതും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണ് എന്ന് പറയാം. സബ്സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് വായിക്കുന്നത്? എ ഈസ് ദി സബ്സെറ്റ് ഓഫ് ബി. എന്താ വായിക്കുന്നുണ്ടായിരിക്കുക? എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്നാണ് വായിക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ? യെസ്. ഇനി നമുക്ക് പറയാൻ പറ്റും സി എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. 2ഉം 3ഉം. സിയിലുള്ള എല്ലാ എലമെന്റുകളും എയിലില്ലേ? ഇല്ലേ? എയിൽ എക്സ്ട്രാ എലമെന്റ് ഉണ്ടായിക്കോട്ടെ, അതും കുഴപ്പമില്ല. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? സി എന്ന് പറയുന്നത് ഈസ് ദി സബ്സെറ്റ് ഓഫ് എ. സി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. ഇനി സിയും ബിയുമാണ് നമ്മൾ കമ്പയർ ചെയ്യണമെങ്കിൽ അവിടെയും വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും സി ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി. സി എന്ന് പറയുന്നത് എന്താണ്? ബിയുടെ സബ്സെറ്റ് ആണ് അല്ലെ. ബിയുടെ ഉള്ളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സെറ്റാണ് സി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സി നമുക്ക് എന്ത് പറയാം? ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, യെസ്. അതാണ് ഇവിടെ ഡെഫിനീഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. യെസ്. അപ്പൊ സെറ്റ് എ എന്ന് പറയുന്നത് സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറയണമെങ്കിൽ എവറി എലമെന്റ് ഓഫ് സെറ്റ് എ ഷുഡ് ബി ഇൻ ഓൾസോ ഇൻ സെറ്റ് ബി. ഓക്കെ, യെസ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടിയാണ് പറയാനായിട്ട് പോകുന്നത്. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ സ്മോൾ എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ ഇംപ്ലൈസ് ആ എ എന്ന് പറയുന്ന എലമെന്റ് എവിടെയും ഉണ്ടായിരിക്കണം? ബി എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കണം. ശരിയല്ലേ? ഇവിടെ നോക്കി നോക്കൂ. എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എയിലെ എലമെന്റ് 1 എന്ന് പറയുന്നത് ബിയിലും എന്തുണ്ടായിരിക്കണം? പ്രസന്റ് ആയിരിക്കണം. ക്ലിയർ അല്ലേ? അതാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ഇഫ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്മോൾ എ എന്ന് പറയുന്ന എലമെന്റ് സെറ്റ് എയിൽ ഉണ്ടെങ്കിൽ ആ എലമെന്റ് എവിടെയും ഉണ്ടായിരിക്കണം? സെറ്റ് ബിയിലും പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, യെസ്. ഇനി സബ്സെറ്റ് അല്ല എന്ന് വിചാരിക്കുക. ഇപ്പൊ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബിനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക അല്ലെ. എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക? ഇതേപോലെ നോട്ട്
വായിക്കുന്ന എന്താണ്? എ ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. സെറ്റുകൾ ഈക്വലും ഈക്വൽ അല്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ലേ, അതേപോലെ തന്നെയാണ് നമ്മൾ സബ്സെറ്റുകൾ ഈക്വൽ ആണെങ്കിൽ നമ്മൾ സിമ്പിൾ ഉപയോഗിക്കും, ഈക്വൽ അല്ല എങ്കിൽ നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. ഇനി സബ്സെറ്റുകളുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സുകളാണ്. എവരി സെറ്റ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ഇറ്റ്സെൽഫ്. തന്നിരിക്കുന്ന സെറ്റ് എന്ന് പറയുന്നത് അതിന് തന്നെ സബ്സെറ്റ് ആണ്. ദാറ്റ് ഈസ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ് എന്ത്? എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ്. ഈ 2 പോയിന്റ്സുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഗിവൺ സെറ്റ് അതിൽ തന്നെ സബ്സെറ്റ് ആണ്. അത് മാത്രമല്ല എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ്. ഓക്കെ, യെസ്. ഇനി നമ്മൾ 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ പറയുന്നുണ്ട്. സബ്സെറ്റുകളുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എയും ബിയും 2 സെറ്റുകളാണെന്ന് വിചാരിക്കുക. എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി ആണെന്ന് വിചാരിക്കുക. എയും ബിയും ഈക്വൽ അല്ല എന്ന് വിചാരിക്കുക. അപ്പൊ 2 കണ്ടീഷൻസുകളാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി ബട്ട് എ നോട്ട് ഇസ് ഈക്വൽ ടു ബി. അങ്ങനെയാണെങ്കിൽ എനെ വിളിക്കുന്ന പേരെന്താണ്? എ ഈസ് കോൾഡ് ദ പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. എനെ വിളിക്കുന്ന പേരെന്താണ്? പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി. ബിനെ വിളിക്കുന്ന പേരെന്താ? സൂപ്പർ സെറ്റ് ഓഫ് എ. അപ്പൊ കണ്ടീഷൻ എന്തായിരുന്നു? ഇഫ് എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് എ നോട്ട് ഇസ് ഈക്വൽ ടു ബി, then എ ഈസ് കോൾഡ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് കോൾഡ് സൂപ്പർ സെറ്റ് ഓഫ് എ. അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കി നോക്കൂ. എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുകളാണ് 1, 2, 3 അല്ലെ? എ എന്ന് പറയുന്ന സെറ്റിനുള്ളിലുള്ള എലമെന്റുകളാണ് 1ഉം 2ഉം 3ഉം. ബി എന്ന് പറയുന്ന സെറ്റിനുള്ളിലുള്ള എലമെന്റുകളാണ് 1, 2, 3, 4. വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും എ എന്ന് പറയുന്ന സെറ്റിനുള്ളിലുള്ള എല്ലാ എലമെന്റുകളും എവിടെയുണ്ട്? ബിയിലുണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? സബ്സെറ്റ് ഓഫ് ബി ആണ്. എ ഈസ് ദ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയാം അല്ലെ? യെസ്. അതോടൊപ്പം തന്നെ എയും ബിയും ഈക്വൽ ആയ സെറ്റുകളാണോ? എയും ബിയും ഈക്വൽ ആണോ? അല്ല. കാരണം ബി എന്ന് പറയുന്ന സെറ്റിലെ 4 എന്ന് പറയുന്ന എലമെന്റ് എ എന്ന് പറയുന്ന സെറ്റിൽ പ്രസന്റ് ആണോ? അല്ല. സോ എ നോട്ട് ഈക്വൽ ടു ബി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വിളിക്കാം? എ എന്ന് പറയുന്ന സെറ്റ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ബി എന്ന് വിളിക്കാം. ബി എന്ന് പറയുന്ന സെറ്റ് സൂപ്പർ സെറ്റ് ഓഫ് എ എന്നും വിളിക്കാം. ക്ലിയർ ആണല്ലോ? യെസ്. ഇനി സെറ്റിന്റെ ഉള്ളിൽ ഒരു എലമെന്റ് മാത്രം കണ്ടെയ്ൻ ചെയ്യുകയാണെങ്കിൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. എന്താണ്? സിംഗിൾട്ടൺ സെറ്റ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. പ്രോപ്പർ സബ്സെറ്റ്, സൂപ്പർ സെറ്റ് എന്ന് പറയുന്ന ടേം എന്താണ് ഡിഫൈൻ ചെയ്തു. അതേപോലെ സിംഗിൾട്ടൺ സെറ്റ് എന്താണ്? ദ സെറ്റ് ഹാവിംഗ് ഓൺലി 1 element we call it as a singleton set. ഓക്കെ, യെസ്. ഇനി അതുമായി ബന്ധപ്പെട്ട അടുത്ത മറ്റൊരു പോയിന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എ എന്ന് പറയുന്ന സെറ്റിൽ എം എലമെന്റ്സുകളാണ് ഉള്ളതെങ്കിൽ അതിന് വരാൻ സാധ്യതയുള്ള നമ്പർ ഓഫ് സബ്സെറ്റുകൾ എന്ന് പറയുന്നത് 2m ആയിരിക്കും. എ എന്ന് പറയുന്ന സെറ്റിൽ എം എലമെന്റ്സുകളാണെങ്കിൽ ആ സെറ്റിന് വരുന്ന നമ്പർ ഓഫ് സബ്സെറ്റുകൾ എത്രയാണ്? 2m. അടുത്ത സ്ലൈഡിൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് നമുക്കത് ഡിസ്കഷൻ ചെയ്യാം. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന സെറ്റിൽ എം എലമെന്റ്സുകളാണെങ്കിൽ ആ എ എന്ന് പറയുന്ന സെറ്റിനുള്ള നമ്പർ ഓഫ് സബ്സെറ്റ്സുകളുടെ എണ്ണം എത്രയായിരിക്കും? 2m ആയിരിക്കും. ഓക്കെ, നമ്മൾ ത്രൂ എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട്. റൈറ്റ് ഡൗൺ ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ദി ഫോളോവിങ് സെറ്റ്. തന്നിരിക്കുന്ന സെറ്റുകളുടെ സബ്സെറ്റുകൾ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ? യെസ്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന സെറ്റുകൾ നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? എ. ഒരു സിംഗിൾട്ടൺ സെറ്റാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ? നമ്മൾ പഠിച്ചിരുന്നു സബ്സെറ്റുകളുടെ 2 കണ്ടീഷൻ, വളരെ ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിവൺ സെറ്റ് ഈസ് സബ്സെറ്റ് ടു ഇറ്റ് സെൽഫ്, റൈറ്റ്? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? എംപ്റ്റി സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റുകളുടെയും സബ്സെറ്റ് ആണ്. തന്നിരിക്കുന്ന സെറ്റിൽ ആകെ ഒരു എലമെന്റിലേ ഉള്ളൂ, എ എന്ന് പറയുന്ന എലമെന്റിലേ ഉള്ളൂ. അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റുകൾ എത്രയായിരിക്കും? ഞാൻ പറഞ്ഞിരുന്നു n of a ഈക്വൽസ് ടു m ആണെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്?
2m ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി നോക്കൂ, സെറ്റ് എയിൽ ഒരു എലമെന്റേലേ ഉള്ളൂ അല്ലേ. അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ്സുകൾ എത്രയായിരിക്കും? അപ്പോൾ n ഓഫ് a, ഇപ്പൊ ഗിവൺ സെറ്റ് എ ആണെന്ന് വിചാരിക്കൂ. ആ തന്നിരിക്കുന്ന എലമെന്റ് നമ്പർ ഓഫ് എലമെന്റ്സ് 1 ആണ്. അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എത്ര ആയിരിക്കും? 2 ആയിരിക്കും, 2 ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ അത് ഏതൊക്കെയായിരിക്കും? ഒന്ന് തന്നിരിക്കുന്ന സെറ്റും അതോടൊപ്പം തന്നെ എംപ്റ്റി സെറ്റും. ക്ലിയർ? യെസ്, ദീസ് ആർ ദ സബ്സെറ്റ്സ് ഓഫ് ദി ഗിവൺ സെറ്റ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്നത് a, b, രണ്ട് എലമെന്റ്സുകളാണുള്ളത് അല്ലെ. രണ്ട് എലമെന്റ്സുകളാണെങ്കിൽ എത്ര സബ്സെറ്റ് ഉണ്ടായിരിക്കും? 2 എത്ര സബ്സെറ്റുകളാ? 4 സബ്സെറ്റുകളാണ് ഉണ്ടായിരിക്കുക. അത് ഏതൊക്കെ എലമെന്റ്സ്, ഏതൊക്കെ സബ്സെറ്റുകളാണ് വരിക? ഒന്ന് സെറ്റ് എ, ക്ലിയർ അല്ലേ? ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ. അടുത്തത് സെറ്റ് ബി എടുക്കാം, പിന്നെ ഗിവൺ സെറ്റ് എടുക്കാം, പിന്നെ എന്താണ്? എംപ്റ്റി സെറ്റ് അല്ലേ. ഇങ്ങനെ 4 സബ്സെറ്റ്സുകളാണ് വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സെറ്റിൽ 3 എലമെന്റ്സുകൾ ഉള്ളത്. അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ്സിൽ എത്രയായിരിക്കും? 2³ എത്ര കിട്ടുന്നുണ്ടായിരിക്കുക? 8 ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എഴുതാലോ, കോമ്പിനേഷൻ ഇല്ലാണ്ട്. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, ദെൻ സെറ്റ് 1, 2 ഒരു സബ്സെറ്റ് ആണ്, സെറ്റ് 2, 3 ഒരു സബ്സെറ്റ് ആണ്, സെറ്റ് 3 ഒരു സബ്സെറ്റ് ആണ്, പിന്നെ തന്നിരിക്കുന്ന സെറ്റ് 1, 2, 3 പിന്നെ എംപ്റ്റി സെറ്റ് അല്ലേ. ഇങ്ങനെ 8 സബ്സെറ്റ്സുകളാണ് അതിലുണ്ടായിരിക്കുക. ക്ലിയർ? യെസ്. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 അല്ലേ. തന്നിരിക്കുന്ന സെറ്റ് എന്താണ്? 5 ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 5 എന്ന് പറയുന്നത് എംപ്റ്റി സെറ്റ് ആണല്ലോ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് എന്താണ്? 0 ആണ്. അപ്പൊ 2⁻0 എന്താ? 1. അപ്പൊ നമുക്കറിയാം എംപ്റ്റി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവരി സെറ്റ് അല്ലേ. അപ്പൊ അതിന്റെ സബ്സെറ്റ് എന്ത് തന്നെയായിരിക്കും? എംപ്റ്റി സെറ്റ് ആയിരിക്കും. ക്ലിയർ? യെസ്. മായി ബന്ധപ്പെട്ട സബ്സെറ്റുകളും അതേപോലെ തന്നെ നമ്മളൊരു ഫ്രേസ് പഠിച്ചിരുന്നു, ബിലോങ്സ് ടു, എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പിളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സുകൾ കറക്റ്റായ സ്റ്റേറ്റ്മെന്റുകളും ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകളും ഏതൊക്കെയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചിരുന്നോളൂ. എ എന്ന് പറയുന്ന സെറ്റ്, അതിനുള്ളിലുള്ള എലമെന്റ്സുകൾ ഏതൊക്കെയാണ്? 1, 2. ദെൻ സെറ്റിന്റെ ഉള്ളിൽ വീണ്ടും നമുക്ക് 3, 4 തന്നിട്ടുണ്ട് അല്ലേ. ദെൻ സെറ്റ് 5. യെസ്. നമ്മൾ ബിലോങ്സ് ടു എന്ന് പറയുന്ന ഫ്രേസ് ഗ്രീക്ക് സിമ്പിൾ ആയിട്ടുള്ള എപ്സിലോൺ എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുക. ശരിയല്ലേ പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എലമെന്റ്സുകൾ 1ഉം 2ഉം 5ഉം സെറ്റ് 3, 4 എന്ന് പറയുന്നതും സെറ്റ് എയുടെ ഉള്ളിലുള്ള എലമെന്റുകളാണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 belongs to A, 2 belongs to A, 5 belongs to A, then set 3, 4 belongs to A. ക്ലിയർ അല്ലേ? സെറ്റ് എയിലുള്ള ഒരു എലമെന്റ് അല്ലേ ഈ സെറ്റ് 3, 4 എന്ന് പറയുന്നത്. അതേപോലെ 5, 2, 3 ഇതൊക്കെ എന്താണ്? സെറ്റ് എയിലുള്ള എലമെന്റുകളാണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? യെസ്. ഇനി സബ്സെറ്റുകൾ, ഇതിന്റെ സബ്സെറ്റുകൾ നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്നുണ്ടായിരിക്കുക? കേളി ബ്രാക്കറ്റിനുള്ളിൽ 1 എഴുതും, ഈസ് ദ സബ്സെറ്റ് ഓഫ് എ. ക്ലിയർ അല്ലേ? കേളി ബ്രാക്കറ്റ് നമ്മൾ 2 എഴുതും, ഇറ്റ് ഈസ് ദി സബ്സെറ്റ് ഓഫ് എ. കേളി ബ്രാക്കറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എഴുതാറുണ്ടല്ലോ അല്ലെ. സബ്സെറ്റ് എഴുതും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എണ്ണം നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ടായിരിക്കില്ലേ അല്ലേ. അപ്പൊ സെറ്റ് 5 എന്താണ്? ഇറ്റ് ഈസ് ദി സബ്സെറ്റ് ഓഫ് എ. അതേപോലെ തന്നെ സെറ്റ് 3, 4 ഓൾറെഡി ഇവിടെ തന്നിരിക്കുന്നതാ, അത് ബിലോങ്സ് ടു എ ആണ്. അപ്പൊ അതിന്റെ സെറ്റ് 3, 4 എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കണം? കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ വേണം നമ്മൾ അതിനെ എഴുതാനായിട്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വായിക്കാം? സെറ്റിന്റെ ഉള്ളിൽ സെറ്റ് 3, 4 ഈസ് ദി സബ്സെറ്റ് ഓഫ് എ. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ട് വരുന്നുണ്ടായിരിക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് 1 by 1 ഓരോ സ്റ്റേറ്റ്മെന്റ്സുകൾ നോക്കി നോക്കാം. ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സെറ്റ് 3, 4 സബ്സെറ്റ് ഓഫ് എ. റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. എന്തുകൊണ്ടാ? സെറ്റ് 3, 4 എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ ആണ്. കറക്റ്റ് അല്ലേ? അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ഇനി സബ്സെറ്റ് എന്ന് പറയുമ്പോൾ അഡീഷണൽ ആയിട്ട് കേളി ബ്രാക്കറ്റ്സ് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി 1 എന്ന് പറയുന്നത് ബിലോങ്സ് ടു സെറ്റ് എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1 ഈസ് ദി സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയെല്ലാം നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? സെറ്റ് 1 ഈസ് ദി സബ്സെറ്റ് ഓഫ് എ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് അല്ലെ. യെസ്. അടുത്തത് സെറ്റ് 1, 2, 5 ഈസ് ദി സബ്സെറ്റ് ഓഫ് എ. എ എന്ന് പറയുന്ന സെറ്റിലുള്ള എലമെന്റുകൾ അല്ലേ 1ഉം 2ഉം 5ഉം എന്ന് പറയുന്നത്
അല്ലേ? അപ്പൊ സെറ്റ് 1 to 5 ഇസ് ദ സബ്സെറ്റ് ഓഫ് എ. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. കേളി ബ്രാക്കറ്റ്സിനുള്ളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇനി 1 to 5 ബിലോങ്സ് ടു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? കാരണം എന്തുകൊണ്ടാണ്? ബിലോങ്സ് ടു എന്ന് പറയുന്ന സിമ്പിൾ ഉപയോഗിക്കുമ്പോൾ കേളി ബ്രാക്കറ്റ്സ് നമ്മൾ എഴുതാറുണ്ടോ? ഇല്ല. സിംപ്ലി 1 belongs to a, 2 belongs to a, 5 belongs to a, അങ്ങനെയാണ് നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുക. അല്ലെങ്കിൽ 1, 2, 5 belongs to a എന്ന് പറയാം. അതിന് എന്താ ആവശ്യമില്ല? കേളി ബ്രാക്കറ്റ്സിന്റെ റെപ്രസെന്റേഷൻ ആവശ്യം ഇല്ല. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1, 2 ഈസ് ദ സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരുന്നു. പക്ഷെ 1, 2, 3 എന്ന് പറഞ്ഞു അല്ലെ? ബട്ട് 3 എന്താണ്? 3 എന്ന് പറയുന്നത് മറ്റൊരു കേളി ബ്രാക്കറ്റ്സിനുള്ള 4ന്റെ കൂടെയാണ് കിടക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാണ് സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? അല്ല. ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 5 belongs to a. 5 belongs to എന്ന് പറയാറുണ്ടോ? ഇല്ല. 5 is the subset of every set എന്നാണ് പറയുന്നുണ്ടായിരിക്കുക അല്ലെ? അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. 5 is the subset of a. കറക്റ്റ് ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എലമെന്റ്സുകൾക്ക് കേളി ബ്രാക്കറ്റ് കൊടുക്കുന്ന പോലെ എംപ്റ്റി സെറ്റിന് ഇതിന്റെ ആവശ്യമില്ല, കേളി ബ്രാക്കറ്റ്സിന്റെ ആവശ്യമില്ല. സോ ലാസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ്? എംപ്റ്റി സെറ്റ്, ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ് എന്താണ്, ഈക്വൽ സെറ്റ് എന്താണ്, സബ്സെറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എല്ലാ ടോപ്പിക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. താങ്ക്